രാധെ രാധെ. ഞാൻ ശില്പ, കോഴിക്കോട് നിന്ന്. ഈ വരുന്ന ഓഗസ്റ്റ് 9 ദിലീപ് സാറിന്റെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 3 ദിലീപ് സാറിന്റെ നക്ഷത്രം വരുന്നത്. ഞാൻ ദിലീപ് സാറിനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു നവംബർ 19 അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരിയും കൂടെ ആണ് സാറിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുകയാണ്. അപ്പൊ എന്റെ കൂട്ടുകാരിയുടെ കല്യാണപരമായിട്ടുള്ള ജ്യോതിഷം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ സാറിനെ കുറെ പ്രാവശ്യം വിളിച്ചു, ഒരു 5 വട്ടം വിളിച്ചു. പക്ഷെ സാറ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ പപ്പേനെ കൊണ്ട് വിളിപ്പിച്ചു. അങ്ങനെ സാറ് പപ്പ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സാറിന്റെ അടുത്ത് ചെന്നു. അങ്ങനെ അവളുടെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളും കല്യാണത്തിന്റെ കാര്യങ്ങളും, കല്യാണം എന്ന് നടക്കും, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ സാറ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സാർ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജാതകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം സാർ കുറച്ചു നേരം പത്മാസനത്തിലിരുന്ന് ധ്യാനിച്ചു. എന്നിട്ട് എന്നോടും പറഞ്ഞു കണ്ണടച്ചിട്ടിരിക്കാന്. അങ്ങനെ സാറ് ധ്യാനിച്ചതിന് ശേഷം സാറ് എന്നോട് പറഞ്ഞു, ശില്പയുടെ ജാതകം ഞാൻ പരിശോധിച്ചപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണ്. എന്റെ ജാതകം ഓൾറെഡി എന്റെ പപ്പ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ സാറ് പറഞ്ഞു, ശില്പയുടെ ജാതകം ഞാൻ നോക്കിയപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണ്. ശില്പ കഴിഞ്ഞ ജന്മത്തില് എന്റെ അനിയത്തിക്കുട്ടിയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ജന്മം ശില്പയുടെ കല്യാണം നടന്നത് ഒരു ഏപ്രിൽ മാസമാണ്. അപ്പൊ ഈ ജന്മം ശില്പ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു ഏപ്രിൽ മാസമായിരിക്കും. നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളെ ആയിരിക്കും ശില്പ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ര വിശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കൂട്ടുകാരി പറഞ്ഞു, നോക്കാലോ, നിന്റെ കല്യാണം വരുമ്പോൾ നോക്കാലോ, നിന്റെ കല്യാണം ഏപ്രിൽ മാസമാണോ നടക്കാന്നൊക്കെ നോക്കാലോ, അപ്പൊ നിനക്ക് സത്യം അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരി ആണെങ്കിൽ സാറിന്റെ ഭയങ്കര ആരാധികയാണ്. അപ്പോ എന്താ പറയാ, കുറെ കാലങ്ങൾക്ക് ശേഷം എന്റെ കല്യാണം ഉറപ്പിച്ചു. എന്റെ കല്യാണം ഒരു ഏപ്രിൽ മാസമാണ് ഉറപ്പിക്കുന്നത്. ഒരു ഏപ്രിൽ 18 പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു പോലീസ് ഓഫീസറിനെയാണ്. അപ്പൊ ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി. ഞാൻ അപ്പൊ തന്നെ സാറിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എന്റെ കല്യാണം ഉറപ്പിച്ചു, ഇങ്ങനെ സാറ് പറഞ്ഞത് വളരെ സത്യമാണ്, കറക്റ്റാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. സാറ് പറഞ്ഞു വളരെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു, ശില്പയുടെ സോള് പ്യൂരിഫൈ ചെയ്യണം. ശില്പ കഴിഞ്ഞ ജന്മത്തില് എന്റെ അനിയത്തിക്കുട്ടിയായിരുന്നു. വരും ജന്മത്തില് ശില്പ എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് ജനിക്കും. മാത്രമല്ല എന്നോടൊപ്പം തന്നെ ഗോലോകപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. അതിന് എന്റെ സോള് പ്യൂരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ സോള് പ്യൂരിഫൈ ചെയ്തു. 7 ദിവസം നീണ്ടു നിന്ന സോൾ പ്യൂരിഫിക്കേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ സാറിങ്ങനെ മന്ത്രം പറഞ്ഞു തരും, ഞാൻ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഞാൻ ചില സ്വപ്നങ്ങൾ കാണാൻ ഇടയായി. എന്ന് വെച്ചാൽ ചില എന്താ പറയാ, നമ്മളൊരു സ്ക്രീനിലൊക്കെ കാണുന്ന മാതിരി ജസ്റ്റ് ഇങ്ങനെ ഒരു സ്വപ്നം, അങ്ങനെ ഒരു ഇതിൽ കാണാനിടയായി. അങ്ങനെ ഞാനത് സാറിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, വളരെ നല്ല കാര്യം, ഇനി ശില്പ എങ്ങനെയാണോ പണ്ട് പെരുമാറിയത്, ശില്പയുടെ പണ്ടത്തെ ക്യാരക്ടർ എങ്ങനെയാണോ അത് തന്നെ തുടർന്നു പോവുക, യാതൊരു ചേഞ്ചും ഇല്ലാതെ, അങ്ങനെ പറഞ്ഞു സാറ് പറഞ്ഞു. അങ്ങനെ എന്റെ സോൾ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞു, 7 ദിവസം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ സോൾ പ്യൂരിഫൈ ചെയ്തു. സാറ് പറഞ്ഞു, അടുത്ത ജന്മം ശില്പ എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് ജനിക്കും, എന്നിട്ട് എന്നോടൊപ്പം തന്നെ ഗോലോകപ്രാപ്തി ഉണ്ടാവുമെന്നും സാറ് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, കഴിഞ്ഞ ജന്മത്തില് സാറിന്റെ അനിയത്തിക്കുട്ടിയായി ജനിക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതിന് എത്ര പുണ്യം ചെയ്തവർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോ അതിന് ഞാൻ ഭാഗ്യം ചെയ്തു. അങ്ങനെ ഈ ജന്മത്തിലും സാറിനെ ഞാൻ അതുകൊണ്ട് കണ്ടുമുട്ടി. അതും ഒരു ഭാഗ്യമാണ്. രാധാറാണി അമ്മയുടെ അനുഗ്രഹമാണ്. കഴിഞ്ഞ ജന്മത്തിലെ അനിയത്തിക്കുട്ടിയായിരുന്ന ഞാനിപ്പോ ഈ ജന്മത്തിൽ വന്ന സാറിന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോ രാധാറാണി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ. അപ്പം കഴിഞ്ഞ ജന്മത്തിലെ അനിയത്തിക്കുട്ടി വന്ന ഈ ജന്മത്തിൽ ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ ദിലീപ് സർ. ദിലീപ് സർ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ് എന്നും ഒരു അവേക്കനിങ് ലഭിച്ചിട്ടുള്ള ഒരാളാണെന്നും ഒരു രഹസ്യമാണ്. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. മാത്രമല്ല സാറിന്റെ അനിയത്തിക്കുട്ടിയായിട്ട് കഴിഞ്ഞ ജന്മം പിറക്കാൻ പറ്റിയത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. മാത്രമല്ല ഞാൻ ഈ ജന്മത്തിൽ വന്ന് സാറിനെ കണ്ടുമുട്ടുന്നതും ഒരു മഹാഭാഗ്യമാണ്. ഇതൊരു മുൻജന്മ സുഹൃതമായിട്ടാണ് ഞാൻ കരുതുന്നത്.
ഇത് രാധാറാണി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ വീണ്ടും രാധാഭക്തിയിലേക്ക് എത്തുന്നതും എല്ലാം. ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ, ഈ പറഞ്ഞതൊക്കെ അതിന്റെ ഒരു കടുകുമണി പോലും അത്രയുള്ള അംശം മാത്രമേ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നുള്ളൂ. അത്രേ പറയാൻ പാടുള്ളൂ എന്ന് ദിലീപ് സാറിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും പുറത്ത് പറഞ്ഞുകൂടാം. അപ്പോൾ ഇതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മാത്രമല്ല, വളരെ സന്തോഷമുണ്ട് ഈ പ്രാവശ്യം സാറിന്റെ ബർത്ത്ഡേ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിൽ കൂടെ, ഈ ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിൽ കൂടെ അങ്ങനെ അതിന് സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. രാധേ രാധേ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ ദിലീപ് സർ. ഇതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പൊയ്പോയ ജന്മബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനു വേണ്ടി വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. എനിക്ക് രാധാറാണി ദർശനം തന്നെ എന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്താൽ മതി. അതിൻ്റെ പ്രധാന ക്ലൂ ഇതാണ്: ചിന്തകൾ അടങ്ങിക്കഴിയുന്ന നിമിഷം നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളൊക്കെ തിരശീലയിൽ എന്ന വണ്ണം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൂടാതെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ 96453339 വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ നിങ്ങളുടെ അനിയത്തിയെ, നിങ്ങളുടെ പോയ ജന്മത്തെ കാമുകയെ, നിങ്ങളുടെ സോൾമേറ്റിനെ, ഭാര്യയെ ഒക്കെ, നിങ്ങൾക്ക് അമ്മയെ, അച്ഛനെ ഒക്കെ കണ്ടെത്താൻ കഴിയട്ടെ. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.